നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂ, ലൈവ് അപ്ഡേറ്റ് ആൻഡ് ഓൾസോ പ്രൊമോ അപ്ഡേറ്റ്, ഈ 3 കാര്യങ്ങളാണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോറി, ക്ഷമിക്കണം, വീഡിയോ ലെങ്തി ആവുമെന്നുണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ലെങ്ത് കൂടി പോവാണ് കേട്ടോ. ഞാൻ ചുരുക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ സമയവും വീഡിയോ എടുക്കുക. സോറി ഫോർ ദിസ്. എന്തായാലും 2-3 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. നോക്കാം നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്. ഇന്നലെ ലൈവിൽ നടന്ന കാര്യമായിട്ട് അനുമോൾ, നൂറ ആൻഡ് ആദില പുറത്താണല്ലോ അല്ലേ. ആദില പുറത്താണ്, ബാക്കി ഒരു പകുതി അകത്താണ്. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഏഷ്യാനെറ്റിൽ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോ റിയാക്ട് ചെയ്യേണ്ടതാണ്. കാരണം അതൊരു എവിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് അതിൽ എവിക്റ്റായി പോയെന്ന് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം. ഇതിനോടകം തന്നെ എല്ലാ ഗ്രൂപ്പുകളിലും അത് പ്രചരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഐ വുഡ് സേ ഇസ് നോട്ട് റൈറ്റ്. പക്ഷേ ഒരുവിധം എല്ലാവരുടെ അടുത്തും എത്തി. എൻ്റെ കയ്യിൽ തന്നെ ഈ ഔട്ടായ വ്യക്തിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള സംഭവം വളരെ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. എനിക്കറിയില്ല ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ എവിക്ഷൻ എന്ന് പറഞ്ഞ് വരുമ്പോൾ എന്താ സംഭവിക്കാറ്. നേരത്തെ കൂട്ടി അറിയുന്ന സമയത്ത് ആ വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ വെച്ച ആൾക്കാർ വോട്ട് മാറ്റിയിട്ട് വേറെയുള്ള ആൾക്കാർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആരാണോ ഏറ്റവും കൂടുതൽ 2 ഭാഗത്ത് നിൽക്കുന്നത് അതിലൊരാൾ എവിക്റ്റ് ആവുന്ന സമയത്ത് ആ വ്യക്തി കാരണം വിഷമിച്ച് കരഞ്ഞിട്ടുള്ള ഒരാൾ ഓപ്പോസിറ്റ് സൈഡിൽ ആ വ്യക്തിക്ക് വോട്ട് ചെയ്യാനും വോട്ട് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അത് ചെയ്യാതിരിക്കുക. അയാൾ എവിക്റ്റ് ആയി പോയി എന്നുള്ള സംഗതി അറിയുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ ആരാണോ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് അയാൾക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യം ഈ ഒരു പ്രൊമോ ഉണ്ട്. രണ്ടാമത്തെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഇന്ന് ആരാകും പുറത്താകുക. ആദ്യം ആ പ്രൊമോ കണ്ടതിന് ശേഷം അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കാം. പിന്നെ ഇന്നത്തെ കാര്യങ്ങൾ വളരെ ക്വിക്കായിട്ട് ചർച്ച ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോയിലൂടെ പറഞ്ഞതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ ക്വിക്കായിട്ട് ചർച്ച ചെയ്യാം. ആദ്യം പ്രൊമോ. ഗ്രാൻഡ് ഫിനാലേക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിങ്ങളിൽ നിന്നും ഒരാൾ ഫൈനൽ 5-ൽ ഉൾപ്പെടാനുള്ള ആഗ്രഹം സാധിക്കാനാവാതെ രണ്ടാമത്തെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയും. ആരുടെ ഫോട്ടോയാണോ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ആ വ്യക്തി ഈ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടും. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് യെസ്, ഈ ഒരു പ്രോമോയിൽ തന്നെ ഇതിനുള്ള ക്ലൂ ഉണ്ട്. എന്താ മനസ്സിലായോ? അല്ല, അവർ കൊടുത്ത ക്ലൂ അല്ല, നമ്മൾ കണ്ടെത്തിയ ക്ലൂ. ഞാൻ തന്നെ എൻ്റെ ഗവേഷണത്തിൽ കണ്ടെത്തി പറഞ്ഞ മാതിരി ആരുടെ ഫോട്ടോ ആണോ ഇതിൽ പൂർത്തിയാക്കാൻ പറ്റാത്തത് അയാൾ എവിക്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആരാണോ അവിടെ പൂർത്തിയാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത്, അതായത് ഒരു കണ്ടസ്റ്റൻറ്റ് അവിടെ വന്നൊരു കണ്ടസ്റ്റൻറ്റ്, ഏതെങ്കിലും കണ്ടസ്റ്റൻറ്റ് അവിടെ ഇപ്പോൾ പൂർണ്ണത ഇല്ലാത്തൊരു നിൽക്കുന്ന കണ്ടസ്റ്റൻ്റ് ആരാ, അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, യെസ്. എന്തായാലും ഇതിൽ കമൻസ് ഉണ്ട്. ഈ പ്രാവശ്യം അനുമോളെയാണ് ബിഗ് ബോസ് ബലിയാടാക്കിയത്. ഡാഷ് പോകണം, നെവിൻ നിൽക്കണം. പോട്ടെ, എനിക്ക് പറയാൻ കഴിയില്ല. കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് കമൻറ്റ് ബോക്സിൽ തന്നെ വളരെ കൃത്യമായിട്ട് എവിഡൻ്റ് ആണ് ആരാണ് പോയിട്ടുള്ളതെന്ന്. അവർ കമൻറ്റ് ബോക്സുകളിൽ നിന്ന് തന്നെ ആൾക്കാർ പറയുന്നുണ്ട്. അതൊന്നും അല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നില്ല, ആണെന്നിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നില്ല. എനിവേ, ഇത് വീണ്ടും ഒരു അൺഫെയർ എവിക്ഷനാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുക അൺഫെയർ എവിക്ഷനാണോ എന്ന്. കാരണം എന്താണെന്നറിയോ, എന്നോ നടക്കേണ്ട എവിക്ഷൻ, എന്നോ സംഭവിക്കേണ്ട ഒരു എവിക്ഷൻ ഇത്രയും ലേറ്റാക്കി കൊണ്ടുപോയി അൺഫെയർ ആക്കി. ഇത് ഞാൻ ആരുടെ കാര്യത്തിലാണോ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഒരു ബാക്കിയാണെന്ന് വിചാരിച്ചോളൂ അല്ലേ. യെസ്, എന്തായാലും ഐ ആം സോ ഹാപ്പി ദാറ്റ് നെവിൻ ബിഗ് ബോസ് മലയാളം സീസൺ 5-ൻ്റെ ടോപ്പ് 5-ൽ ഉണ്ടെന്നുള്ളത്. ഐ ആം വെരി ഹാപ്പി. ഇത് പറയാതെ വയ്യ. അനീഷ് ഉണ്ട് ഓൾറെഡി, പക്ഷെ എന്നാലും നെവിൻ ഉണ്ട്. നെവിൻ അവിടെ എത്തണം. അതെന്തോ എനിക്ക് സ്പോയിലറല്ല, പക്ഷെ എൻ്റെ ഒരു ഇത് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ പരിപാടിയിൽ കിടക്കാം അല്ലേ. എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ചിട്ടുണ്ട്.
സത്യം പറഞ്ഞാൽ എന്താ അറിയോ, 98 ദിവസമായി എന്നുള്ളത് ആർക്കും ഓർമ്മയില്ല. കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് ഈ സീസണിൻ്റെ പ്രത്യേകത തന്നെ 98ാമത്തെ ദിവസമാണ് ഈ 6 അവിടെ നിൽക്കുന്നതെന്ന് അവർക്ക് ഓർമ്മയില്ല. അവരിപ്പോഴും അതികലശലായിട്ടുള്ള എന്താ പറയുക, അതിശക്തമായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഓരോരുത്തരുടെയും ഫോട്ടെ അതിൽ സൂപ്പറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. കുത്തിത്തിരിപ്പി വളച്ചൊടിക്കലെങ്കിൽ വളച്ചൊടിക്കൽ, പിന്നെ കുതികാൽ വെട്ടെങ്കിൽ കുതികാൽ വെട്ട്, കരിവാരിത്തേക്കലാണ് കരിവാരിത്തേക്കൽ, നിഷ്കളങ്കത, എല്ലാ സംഗതിയും അവർ ഒരുവിധ ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊന്ന് ഷാനവാസും നെവിനും പിന്മാറി, അനീഷൊക്കെ പിന്മാറിയില്ലേ. നൂറ, അനുമോൾ, അക്ബർ ഇവർ 3 പേരും ഇപ്പോഴും സ്ട്രോങ് കളിയിലാണ്. പല കാര്യങ്ങളും അപ്രിയ സത്യങ്ങളും പല പ്രശ്നങ്ങളൊക്കെ സംഗതികളൊക്കെ പല ഗൂഢാലോചനകളൊക്കെ വെളിച്ചത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അത്രയധികം ഈ ദിവസം നിന്നതിനുള്ള ഒരു അർത്ഥമില്ലാത്ത സിറ്റുവേഷനിൽ വരും. അതാണ് അക്ബറിൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഷുവറായിട്ട് ഉറപ്പിക്കുക, കപ്പ് അനുമോൾക്ക് അല്ലേ, അനുമോൾക്ക് കപ്പ് കൊടുക്കുക. എത്ര പേര് യോജിക്കുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ദിവസത്തെ പെട്ടെന്ന് ക്വിക്കായിട്ട് അനുമോളുടെ എക്സ്പ്ലനേഷൻ രാവിലെ വന്നിരുന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. ശൈത്യൻ്റെ കട്ടപ്പം പരിപാടിയും കാര്യങ്ങളൊക്കെ. പിന്നെ അതൊക്കെ പോട്ടെ, ആക്ടിവിറ്റി ഉണ്ടായി. ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും ഇതില്ല. മെയിനായിട്ടുള്ളത് അക്ബറിൻ്റെ PR മാർക്കറ്റിംഗ് ടീം, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വളരെ കൃത്യമായി അക്ബറിനെ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കിട്ടി. അത് പല ആൾക്കാർ ഇതിനിങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അക്ബറിന് വീണ്ടും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നു, ഔദാര്യം ചെയ്തു കൊടുക്കുന്നു. കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അക്ബറിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതാണ് സംഭവം. അതിൽ അക്ബർ പറഞ്ഞിട്ടുള്ള വൈഫിൻ്റെ കാര്യം, അങ്ങനത്തെ അനുമോളെ ആദിലേനും നൂറേനും വളരെ വ്യക്തമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട്, ഷാനവാസിൻ്റെ കേസും എല്ലാം ടാർഗറ്റ് ചെയ്തിട്ട് അക്ബർ സംസാരിക്കുന്ന ഒരു സംഭവം കണ്ടു. പിന്നെയാണ് നമ്മളുടെ മെയിൻ സംഭവങ്ങളിലേക്ക് കടക്കുന്നത്. ഇന്ന് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം, ഒരുപാട് അനുമോളെ ഹെയ്റ്റ് ചെയ്തവർ, ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ അനുമോളെ ഹെയ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇന്ന് അനുമോളെ ഇഷ്ടപ്പെട്ട് അനുമോൾ തന്നെ വിന്നറാവണം എന്നുള്ള രീതിയിൽ മാറിക്കഴിഞ്ഞതായിട്ട് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു ശരാശരി നല്ല മനസ്സുള്ള ഒരു നിഷ്കളങ്കമായി ചിന്തിക്കുന്ന പ്രേക്ഷകരുണ്ടല്ലോ, പ്രേക്ഷകർ എന്നുള്ള സ്ത്രീ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു സംഭവമാണ് കലങ്ങിയ കണ്ണുകളുമായി ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ജിഷിനോട് പറയുന്നു. അവർ പറയുന്ന വാക്കുകൾ അനുഭവിക്കും. കീവേഡ്സ് ഞാൻ പറയണേ: സത്യം, അമ്മ സത്യം, തലയെ പിടിച്ച് സത്യം ചെയ്യുന്നു, ചത്ത് കളയാൻ തോന്നുന്നു, ഭയങ്കരമായിട്ട് കരയുന്നു, ജിഷിൻ ചേട്ടൻ എന്നെ 7 വർഷമായിട്ട് അറിയില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതെല്ലാം പുറത്ത് അത്യാവശ്യത്തിൽ കൂടുതൽ സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചേരുവകളാണത്. പുറത്ത് പറയുന്നില്ല, ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ ജയിക്കട്ടെ, അനുമോൾ തന്നെയാണ് ജയിക്കുക എന്നുള്ള കണ്ടീഷനാണ് ഇപ്പോൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. നമുക്കതിലൊന്നുമില്ല കേട്ടോ, നമുക്ക് ആര് ജയിച്ചാലും ഒരു വിഷയമില്ല. പക്ഷേ നാറിയ കളി കളിക്കുന്നവർ ജയിക്കുന്നതിന് നമുക്ക് വയ്യ. അനുമോൾ നാറിയ കളി കളിച്ചു എന്നല്ല പറഞ്ഞിട്ട്, ആരാണെന്നുണ്ടെങ്കിലും ഒരു നീതിയുക്തമല്ലാത്ത, എന്താ പറയുക, ഇതിലൊരു നീതി എന്നൊന്നുമില്ല. ഈ ഷോയെ നെഗറ്റീവാണ്. അപ്പോൾ ഇതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിൽ കളിക്കാം. പക്ഷെ ഇതിനെ വേറൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ട് മാറ്റിക്കഴിഞ്ഞു. ഈ ഒരു ഷോനെ വേറെ ഒരു തലത്തിലേക്ക് മാറ്റി. ഇനി നെക്സ്റ്റൊക്കെ സീസണുകളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ അതിലിടയ്ക്ക് ആര്യൻ്റെ വക ഒരു സാധനം, പത്മശ്രീ അനുമോൾ എന്നൊക്കെ പറഞ്ഞാൽ അനുമോൾ ഇത്രയും അധികം വിഷമിച്ചിരുന്ന് കരയുന്ന അനുമോളുടെ പുറത്ത് തമാശ രൂപേണ വന്നിട്ട് ആര്യൻ പത്മശ്രീ എന്നാണ് അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആര്യനെ തല്ലാൻ ചെരുപ്പൂരിയിട്ടുള്ള ഒരു വിഭാഗം കൂട്ടത്തിലുണ്ടായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ സിമ്പതി. സത്യം പറഞ്ഞാൽ ഒരു ഉള്ളിൽ കയറിയോട് കൂടിയാണ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സംഭവമുണ്ട്. അനുമോൾ എങ്ങനെ അറിഞ്ഞു ഈ ഒരു വിഷയം ഇന്ന് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ മനസ്സിലൊരു ചോദ്യമാണത്. ഇന്നിപ്പോൾ ഒരുപാട് പേര് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എതിർക്കുന്നില്ല, എന്തോ ആയിക്കോട്ടെ. ഒരു കാര്യം ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, അനുമോൾ, ആദില, നൂറ എന്ന് പറഞ്ഞിട്ടുള്ള അണ്ടർ വേൾഡ് ട്രയാങ്കിൾ, ഇവർ 3 പേരും വെരി വെരി പവർഫുൾ ലേഡീസ്. സീരിയസ്ലി, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കലക്കി, ഈ 3 സ്ത്രീകൾ കലക്കി മറിച്ചിട്ടുള്ള സീസണാണ്. അതിൽ 2 എണ്ണം പോയിട്ട്, ഒന്ന് ഓൾറെഡി പോയി, ഇനിയിപ്പോൾ ബാക്കിയുള്ളതിൻ്റെ കഥ അറിയില്ല. എന്തായാലും ഒരു സ്ത്രീ അതിലുള്ള ടോപ്പ് വിന്നറാവും. അപ്പോൾ ഡെഫിനറ്റ്ലി ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ വിജയം തന്നെയാണ്. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ 3 എണ്ണം കൂടി കളിച്ചിട്ടുള്ള കളി, അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുകയാണെങ്കിൽ തിരക്കടില്ല, ഗ്രൂപ്പ് ഗെയിമൊക്കെ കളിച്ചോട്ടെ. പക്ഷെ അതിനെ പുറത്ത് വെച്ച് കളിപ്പിക്കാൻ കളിച്ചിട്ടുള്ള കളി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നില്ല. അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ അവരോ പരിപാടികളായിട്ട് പോകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വർത്താനൊക്കെ പറയും, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഈ വർത്താനൊക്കെ പറയും, അവസാനം അവരൊക്കെ അച്ഛൻ്റെ മക്കളും നമ്മൾ അതിൻ്റെ മക്കളും ആവും. അത് ലാസ്റ്റ് അതിക്കാൻ പോവുള്ളൂ. എന്തായാലും നോട്ട് ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യം വീഡിയോ പ്ലേ ചെയ്ത പോലെ നൂറ ആ ഒരു കടലാസ് ചുരുട്ടി പോകുന്നത്.
കടലാസിൽ എന്തെഴുതി ആരുടെ നമ്പർ എഴുതി എന്നുള്ളതിലല്ല പ്രസക്തി. ഇതാണ് എൻ്റെ ഒരു വേർഷൻ. വെദർ ഇറ്റ്സ് പി ആറിൻ്റെ പേരാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും വിനു എന്നുള്ളൊരു പേര് അവിടെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് ഇത്രയേ ഉള്ളൂ. ഇത് ആരുടെ പേര് എഴുതി കൊടുത്തു, എന്ത് എഴുതി കൊടുത്തു അല്ല, എന്ത് പറഞ്ഞു, എന്താണ് അതിനുള്ളിൽ നടന്നിട്ടുള്ള പ്ലാനിങ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് ഒരു വ്യക്തിയെ വേറൊരു ഇമേജ് പുറത്തേക്ക് പോർട്രേ ചെയ്യണം. അത് വളരെ പഠിച്ച ആൾക്കാരാണ് ഇതിൻ്റെ പുറത്ത് പ്രവർത്തിച്ചത്. ഈ ഒരു രീതിയിൽ ഇത് പറഞ്ഞുകൊണ്ടുവന്ന് തരാം. ഇതിന് മുന്നേ അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ഞാൻ മെഴുകിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ വെച്ചാൽ ഇതെല്ലാം നൂറയ്ക്ക് അറിയാം. ഒരു ബേബിക്ക്, ഹാഫ് ബേബിക്ക് അറിയാം, പൂർത്തിയാകാതെ നിൽക്കുന്ന ബേബിക്ക് അവിടെ അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അനുമോള് പറയുന്ന സമയത്ത് എടുത്ത വയ്ക്ക് ബേബി അറിയാം. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇത്രയധികം സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം അവിടെ നടക്കുമ്പോൾ അതിൽ താൻ ഇൻവോൾവ് ആയെന്ന് മനസ്സിലാക്കിയിട്ട് ബേബിയുടെ മറുപടിയാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ പറയാം, ചുണ്ടിങ്ങനെ ആക്കിയിട്ട് ആ ചുണ്ടിൻ്റെ ഒരു കോട്ടം വരെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് നിങ്ങൾ. എന്തെങ്കിലും ചെറിയ കുനിഷ്ഠ രീതിയിൽ പറയുമ്പോഴാണ് നൂറുടെ ചുണ്ടൊരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂടും. ഞാൻ നോട്ട് ചെയ്താൽ ചിലപ്പോൾ തെറ്റായിരിക്കാം. എന്താണെങ്കിലും ആ ഒരൊറ്റ പോയിന്റിൽ സത്യം പറഞ്ഞാൽ ആദില, അനുമോള് രണ്ടുപേരും ആ ഒരു നിമിഷത്തിലുണ്ടല്ലോ, എന്താ സംഗതി അറിയാം, ആ ഒരു വേളയിൽ, ആ ഒരു നിമിഷത്തിൽ ആദിലയും അനുമോളും എക്സ്പോസ്ഡ് ആയി എന്നുള്ളത് നൂറയ്ക്ക് മനസ്സിലായി. നൂറയ്ക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഈ നിമിഷത്തിൽ ഇവർ രണ്ടുപേരും എക്സ്പോസ്ഡ് ആയി നിൽക്കുകയാണ്. ഞാൻ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്താൽ ഞാനും കൂടി ഇതിൽ എക്സ്പോസ്ഡ് ആവും, ഇതിൽ ഞാൻ കുടുങ്ങിപ്പോവും, ഈ നിമിഷം ഞാൻ പെട്ടുപോകും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നൂറ ബേബിക്ക് മനസ്സിലായതുകൊണ്ടാണ് നൂറ അവിടെ പറഞ്ഞത് എനിക്ക് സംസാരിക്കുവാൻ താല്പര്യമില്ല. ചുരുട്ടി കടലാസൊക്കെ കൊണ്ടുപോയി കളഞ്ഞു. ഇവർ നന്നായി പ്ലാൻ ചെയ്തിരിക്കണം. അതിപ്പോൾ ആരെ നമ്പർ, എന്തിൻ്റെ നമ്പറാണെന്നുണ്ടെങ്കിലും വളരെ കൃത്യത. പിന്നെ വേറൊരു സംഭവം, നിങ്ങൾ വേറൊരു സംഗതി മനസ്സിലാക്കണമെന്നുണ്ട്. ഈ PR, ഞാൻ വെച്ചാൽ PR-ൻ്റെ നമ്പറൊക്കെ എഴുതി കൊടുത്ത് ഇത്രയും വലിയ ബ്ലണ്ടർ നൂറ് ഈ അനുമോള് കാണിക്കുമെന്ന്. പക്ഷെ വിദഗ്ധമായിട്ട് PR-ൻ്റെ നമ്പറല്ല എഴുതി കൊടുത്തിട്ടുള്ളത്, വീട്ടുകാരുടെ നമ്പറാണ്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ വീട്ടുകാരുടെ നമ്പർ എഴുതി കൊടുക്കുന്നത്? ഇത് ആരും ഊരും പേരും ഇല്ലാത്ത, ഒരു ഇതും ഇല്ലാത്ത ആൾക്കാരും അല്ല, ജയിലിൽ നിന്ന് കണ്ടുമുട്ടിയ ആൾക്കാരൊന്നും അല്ലല്ലോ. ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അത്യാവശ്യം വലിയ ഐഡൻറ്റിറ്റി ഉള്ള, വളരെ എന്താ പറയുക, പ്രഗത്ഭരായിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. ഇതിൻ്റെ ഉള്ളത് നമ്പർ എഴുതി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവർ പുറത്ത് വന്നിട്ട് പിന്നെ കോൺടാക്ട് ചെയ്യാൻ അതിൻ്റെ ആവശ്യമുണ്ടോ? സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയില്ലേ? അതിലേക്ക് പേജസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ എന്തിനാ അതിനുള്ളത് നമ്പർ എഴുതി കൊടുക്കണം? ഇതൊരു പരിചയവും സോഷ്യൽ ഐഡൻറ്റിറ്റി ഇല്ലാത്ത ആൾക്കാരല്ല. അതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ് അതിലുള്ളത്. കുഴപ്പമൊന്നുമില്ല, പ്ലാൻ ചെയ്യട്ടെ. അപ്പോൾ അവിടെ നൂറ ബേബിക്ക് എക്സ്പോസ്ഡ് ആകാൻ വയ്യാത്തതാണ് നൂറ ബേബി അവിടെ പിടിച്ചത്. പക്ഷേ നൂറ ബേബിക്ക് അധികം നേരം നൂറ ബേബിയുടെ ആ ഒരു ഇതിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കുറച്ച് നേരം ഞൊണ്ടി ഞാൻ ഇതിനെ ഏറ്റിക്കൊണ്ടുപോയിട്ടാണ് വെച്ചു. രണ്ട് ആളുടെയും തോളത്ത് സരികെ ആരൊക്കെ തോളത്ത് കൈവച്ച് ഇതിനെങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് തൂക്കി പിടിച്ചിട്ട്. ഇതിന് എന്ത് പറ്റി ഭഗവാൻ, ഇതിനെ പുറത്തു കൊണ്ടുപോയി കളയാൻ കൊണ്ടുപോകാന്ന് വെച്ചിട്ട് ആ പാതയോരങ്ങളിലൂടെ നൂറേനെ തോളിലേറ്റി കൊണ്ടുപോകുന്ന കണ്ടു. പിന്നെ ശൈത്യയെ കെട്ടിപ്പിടിച്ച് കരയുന്ന നൂറയെ കണ്ടു. അത് കരയുമ്പോൾ കരങ്ങിയ കണ്ണുകൾ ഒരു ഭാഗത്താണെങ്കിൽ കരഞ്ഞിട്ട് കലങ്ങാത്ത കണ്ണുകളുമായി നിൽക്കുന്ന നൂറയും കണ്ടു. സത്യം പറയാം, നോ, ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു ആളവിടെ വന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് എതിർത്തു. സത്യം പറയാം, ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള, വീട്ടിൽ കയറ്റില്ല, ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിനെ ഞാൻ ഒരുപാട് എതിർത്തിട്ടുണ്ട്. ഇപ്പോഴും ആ വിഷയത്തിൽ ഞാൻ എതിർത്തുകൊണ്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതിൽ മനസ്സിലാവുന്ന വെച്ചാൽ ഇതുപോലത്തെ ആൾക്കാരോട് ഇല്ല പറയുന്നത് നല്ലത്. ഇതുപോലെ പുറകിൽ നിന്ന് കുത്തുന്ന, ഇതുപോലെ എക്സ്പോസ്ഡ് ആക്കുന്ന, അല്ലെങ്കിൽ ഇത് മൂന്നാളും കൂടി കളിച്ച കളിയായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ ആ ഇല്ല പറഞ്ഞത് ഏറ്റവും നല്ലതായി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കമൻസ് വരുന്നത്. ഏറ്റവും കൂടുതൽ കമൻസ് ഇന്നിപ്പോൾ ആദില ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ആദിലയുടെ ഇതിൽ അതിലെഴുതിയിട്ട് നൂറ അനുവിന് നമ്പർ എഴുതി കൊടുത്ത് ടിഷ്യൂ ചുരുട്ടിക്കൊണ്ടുപോകുന്ന വീഡിയോ കണ്ടവർ ലൈക്ക് അടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട്. സംഗതി അനുവിനൊന്ന് ഭയങ്കരമായിട്ട് വോട്ട് മറിഞ്ഞു. ഇനി എന്ത് തന്നെ ആണെങ്കിലും ഓക്കെ. അപ്പോൾ അതൊന്ന്, പിന്നെ വേറെന്താ, അപ്പോൾ തന്നെ നൂറേനെ വലിച്ചിടരുത്. അപ്പോൾ അതുകൊണ്ടാണ് നൂറ അത് സംഭവം നൂറ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ അക്ബറിൻ്റെ ഒരു ക്ലിപ്പും കൂടി അതിൽ കാണാൻ കഴിയും. എല്ലാം കഴിഞ്ഞ് നൂറേൻ്റെ കരച്ചിലുണ്ട്. അപ്പാനി പറഞ്ഞ വലിയൊരു പോയിൻ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒരു പോയിൻ്റ് ആ ചങ്ങായിരുന്നു കേട്ടല്ലോ. പറഞ്ഞത് വേറെ ആരുമല്ല, നിങ്ങളുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള നൂറ തന്നെയാണ് എന്ന് അനുമോളോട് പറഞ്ഞു. ആ ഒരു സംഗതി തന്നെ സംഭവം കഴിഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് നെവിൻ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള ഒരു ദിവസമാണ്. അത്രയും ദേഷ്യം കാണിച്ചിട്ടുള്ള, അത്രയും പ്രാഗിയിട്ടുള്ള നെവിനെ ലാസ്റ്റ് എല്ലാം മറന്ന് നെവിൻ ഇപ്പോൾ ഗെയിമൊക്കെ വിട്ടിട്ട് ഫിനാലയിലേക്ക് കടന്നു. ഹി ഹാസ് അച്ചീവ്ഡ് വാട്ട് ഹി വാണ്ടഡ്. അവൻ എന്താണോ
ആഗ്രഹിച്ചിട്ടുള്ളതിലേറെ കൂടുതൽ അവന് കിട്ടി, അവനൊരു നല്ല മനുഷ്യനാണ് എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് ലാസ്റ്റ് അവൻ അനുമോളോട് പാച്ചപ്പ് ആവുന്ന ഒരു സംഭവം കണ്ടു. ഇതാണ് ഇന്ന് ഇൻ ടോട്ടൽ ഇതിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ പരിപാടി. ഇനി എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നാളെ ആരാണ് പോകുക കാര്യം ഓൾറെഡി ഒരു മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? മനസ്സിലായിട്ടുണ്ട്, സംഭവം ക്ലിയർ ആണ്. അത് കഴിയുന്ന സമയത്ത് ടോപ്പ് 5 ഉണ്ടാവും. ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. നമുക്ക് ബാക്കി ടോപ്പിക്സ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഡേ വീഡിയോ ഇത് ലാസ്റ്റ് ആയിരിക്കുമോ, ഇനിയിപ്പോൾ നാളെ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. രാവിലെ നമ്മൾ 7 മണിക്ക് നമ്മൾ എന്നും ഓരോ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. വേറെ എന്തോ ഒരു കാര്യം പറയാൻ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു, അത് ഞാൻ മറന്നുപോയി. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അതിനോട് സംബന്ധിക്കുന്ന കാര്യമെന്ന്. എനിവേസ് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്ത വീഡിയോയിൽ കാണാം.